സൂത്രം കാണിച്ചു തരാവേ. കുഞ്ഞു റോസാ ചെടിയിൽ ചെറിയ ചെടിയാണ് കേട്ടോ. ആ ചെടിയിൽ പൂവുണ്ടായതാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ എൻ്റെ രാവിലത്തെ ഇന്നത്തെ ഫുള്ളത്തെ ഒരു ഡേ മൈ ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇതേ കാപ്പി കുടിക്കുകയാണ് കേട്ടോ. ഇത് കുഞ്ഞാപ്പിക്ക് ചോറാണ് കൊടുക്കുന്നത്. പിന്നെ ഇതേ നമുക്കിന്ന് ഇഷ്ടംപോലെ പാത്രം കഴുകാനുണ്ട് കേട്ടോ. കപ്പ വേവിച്ച പാത്രവും ഇറച്ചി വേവിച്ച പാത്രവും ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന പാത്രത്തിൽ നിന്ന് മാറ്റിയൊക്കെ വെച്ചിട്ട് എല്ലാം ഇങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോന്നായിട്ട് നമുക്ക് കഴുകാം. അപ്പം എല്ലാം ഒരുമിച്ച് അങ്ങ് കഴുകുവാണെങ്കിൽ പിന്നെ ആ പണി മൊത്തത്തോടെ അങ്ങ് തീരുമല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ ഒരുമിച്ച് കഴുകാൻ വേണ്ടി ഇട്ടേക്കുമായിരുന്നു കേട്ടോന്നേ. അപ്പോൾ അങ്ങനെ ഈ ഓരോരോ പാത്രങ്ങളായിട്ട് കഴുകുവാണ്. അപ്പോൾ ഇത് എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വൈകുന്നേരം ചോറ് വെക്കണം കേട്ടോന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ ഗ്യാസിൻ്റെ സൈഡൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞതല്ലേ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതിൻ്റെയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ തുടച്ചിടുന്നുണ്ട്. പിന്നെ ഞാൻ ഗ്യാസിൻ്റെ അടിയിൽ നിന്ന് തുടച്ചെടുത്തപ്പോഴത്തേക്കും കുറേ സാധനങ്ങൾ അതിൻ്റെ അടിയിലുണ്ടായിരുന്നു കേട്ടോ. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ എലിശല്യമുണ്ട്. അപ്പോൾ എലിശല്യം ഉള്ളതുകൊണ്ട് ആ വേസ്റ്റ് വെക്കുന്ന ആ കുഞ്ഞു പാത്രം കണ്ടോ, അത് അടുപ്പത്ത് വെച്ച് കരിച്ച് വെച്ചിട്ടുന്ന ഒരു പാത്രമാണ് കേട്ടോ. ആ പാത്രത്തിനകത്ത് വേസ്റ്റ് എടുത്ത് വെക്കുമ്പോഴത്തേന് എലികൾ രാത്രി വന്നത് നശിപ്പിച്ച് നിരത്തിയിടും. അപ്പോൾ പിന്നെ ഈ അടുപ്പിനകത്തൊക്കെ ഞാൻ കടലാസ് കുത്തി തിരികെ വെച്ചേക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഈ പാറ്റയും ഇതെല്ലാം വന്ന് കയറിയിരിക്കും കേട്ടോ ഓരോന്നൊക്കെ. അതുകൊണ്ട് പിന്നെ ഞാൻ അടുപ്പിനകത്ത് അങ്ങനെ ഇട്ടിട്ടേക്കുന്നത്. പിന്നെ അവൾ ഇവിടെ കിടപ്പുണ്ട് കട്ടിലയിൽ. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുവഴി വന്നപ്പോൾ ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ബെഡ്ഷീറ്റാണ് കേട്ടോ. നല്ല ബെഡ്ഷീറ്റായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങൾ പുല്ല് പറിക്കുമായിരുന്നു കേട്ടോ. പുല്ല് പറിച്ച് കാണിച്ചു തരാവേ. പുറകുവശത്ത് അപ്പടി അഴുക്കായിട്ട് കിടക്കുമായിരുന്നു. ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് പുല്ല് പറിച്ചു. ഇച്ചിരി ആയിട്ടോ പറിച്ചുള്ളൂ. ഇത്രയും ഭാഗം പറിച്ചുള്ളൂ. പിന്നെ പൂച്ച ഇവിടെ എന്താ പരിപാടി? നല്ലൊരു പൂച്ചയാണ് കേട്ടോ അത്. മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മുറ്റം കൂടെ അടിച്ച് കഴിഞ്ഞിട്ട് വേണം കുഞ്ഞിനെ കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം. പിന്നെ ഞങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളി വരെ പോകണം. കുഞ്ഞിന് ഒരു ഉടുപ്പെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ലേശം തുണി അലക്കാനുണ്ട് കേട്ടോ. ലേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഉള്ളൂ കേട്ടോ. കുഞ്ഞാപ്പിയുടെയും ചേട്ടാൻ്റെ ഒരു ഷർട്ടും അതൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അലക്കിയിട്ടിട്ട് വന്നിട്ട് കുളിക്കണം. അപ്പോൾ അവൾ പൂപ്പിനെയും കൊണ്ടിരിക്കുകയാണ്. അവളുടെ പൂപ്പി ഇതാരെ പൊന്നാ? അതാ ചേച്ചിയാണോ? ചേച്ചിയുടെ ഉടുപ്പൊക്കെ എന്തിയേ? ഇതെന്നാ കാണിക്കുവോ? ഇവിടെ എന്നാ കാണിക്കുവാ? വളയൊക്കെ ഇട്ട് കൊടുക്കുവാണോ? അപ്പം മിക്സർ തിന്നേൻ്റെ. അപ്പം ഞാൻ പോയിട്ട് തുണി അലക്കട്ടെ. തുണിയൊക്കെ അലക്കി വിരിച്ച് ഇച്ചിരി തുണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവളവിടെ നോക്കി നിൽപ്പുണ്ട്. ഇനി ഞാൻ ഓർത്ത് ഇച്ചിരി വെള്ളം പിടിച്ച് വെച്ചേക്കാമെന്ന് ഓർത്തു. അപ്പം അവൾക്ക് കുളിക്കാൻ, അവളിപ്പോൾ മുറ്റത്ത് ഇറങ്ങിയിരുന്നാണേ കുളിക്കുന്നത്. അപ്പോൾ അവൾക്ക് കുളിക്കാനൊക്കെ ഇച്ചിരി വെള്ളം പിടിച്ച് വെക്കാമെന്ന് ഓർത്തു. വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ പറഞ്ഞേ? കുളിച്ചിട്ട് എങ്ങോട്ട് പോകണമെന്നാ പറഞ്ഞേ? എങ്ങോട്ടാ പോകണ്ടേ? കുളിച്ചിട്ടൊക്കെ പോകണോ? എവിടെയാ പോകണ്ടേ? അയ്യോ, കാഞ്ഞിരപ്പള്ളിക്ക് പോകണോ? പോകാട്ടോ. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്ക് പോവാണേ. ആ അപ്പോൾ ഗായ്സ്, ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി വരെ പോവാണ്. ഒരുങ്ങി റെഡിയായി കിട്ടുമെന്നേ. റെഡിയാകുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. എപ്പോഴും ഒരേ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ബോറാവത്തില്ലേ. അപ്പോൾ വലിയധികം മേക്കപ്പൊന്നും എനിക്കില്ല. അപ്പം ചെറിയായിട്ട് രീതിയിൽ മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ പോകുവാണ്. പിന്നെ എനിക്ക് കോളേജിലൊന്ന് കയറണം. എനിക്ക് എക്സാം ഫീസ് അടയ്ക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞങ്ങൾ പോയിട്ട് വരട്ടെ കേട്ടോ. പോകുന്ന വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് കാണിക്കാവേ.
വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഈ ഉടുപ്പിടണമെന്ന് കുഞ്ഞാപ്പി പറഞ്ഞതാണ് കേട്ടോ. എപ്പോഴും ഞാൻ ഇറങ്ങാൻ നേരത്ത് അവളോട് ചോദിക്കും, ഞാൻ ഡ്രസ്സ് ഇടാൻ നേരത്ത് അവളോട് ചോദിക്കും ഞാൻ ഏതാ ഇടണ്ടേന്ന്. അപ്പോൾ അവൾ പറയും ഇതിട്ടാൽ മതി എന്ന്. അവളെ ഞാൻ ആദ്യം ഒരുക്കി നിർത്തി കേട്ടോന്നേ. ചെറുപാൻ്റെയൊക്കെ തലയിൽ വെച്ചോ? വള എന്നത്തിന് ഊരി കൈ പിടിച്ചേക്കുന്ന വളയിട്ടെ. അപ്പോൾ ദേ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുവാണ് ഗൈസ്. ഒരു കുട്ടി ഷോപ്പിംഗ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സ്റ്റുഡിയോയിൽ ഒന്ന് പോകണമെന്നുണ്ട്, എങ്ങനെയാണെന്ന് അറിയത്തില്ല റേറ്റും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ പോകുക കേട്ടോ. ബസ് സ്റ്റോപ്പ് എത്താറായി, അതുകൊണ്ട് വെക്കുക അല്ല വൈൻഡ് കട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ അസഹനീയമായ ചൂടാണ് കേട്ടോ. നമുക്ക് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇങ്ങനെ ഒത്തിരി ഷെയറായി വരുന്നുണ്ട്. ഇപ്പോഴത്തെ വെയിലൊന്നും കൊള്ളരുതെന്ന്, ഒരു 11 മണി ആ ഒരു സമയത്ത് വെയിലൊന്നും കൊള്ളരുതെന്ന്. പക്ഷേ ആ സമയത്താണ് കേട്ടോ ഞങ്ങൾ കറക്റ്റ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാമറ ഓണാക്കി തന്നെ ഒരാൾ സൈഡിൽ നോക്കാൻ പറ്റിയിരുന്നു. വണ്ടികൾ നീങ്ങിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പനങ്ങുന്ന പോലെയായിരുന്നു കേട്ടോ നീങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ ചേട്ടായി വന്ന് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് കോളേജ് വരെ പോകണമായിരുന്നു കേട്ടോ, എക്സാം ഫീസ് അടയ്ക്കാൻ. അപ്പോൾ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. ഗവൺമെൻറ് IHRD കോളേജാണ് കേട്ടോ ഇത്, കാഞ്ഞിരപ്പള്ളിയിലുള്ള. അപ്പോൾ ചേട്ടായും കൊച്ചും അപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാഫ് റൂം വരെ പോയതായിരുന്നു. അവർ എന്നെ കാത്ത് ഇവിടെ നിൽപ്പുണ്ട്. അപ്പം ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു, ഫീസ് അടച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോഴത്തേനൊക്കെ വെയിലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒത്തിരി ചൂടാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ പോയത് അറ്റ്ലസിലോട്ടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിന് വിഷുവൊക്കെ അല്ലേ, അപ്പോൾ ഒരു കുഞ്ഞിനൊരു ഉടുപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കുന്ന ഉടുപ്പൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു കേട്ടോ. ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള റേറ്റിൽ കിട്ടും. സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങുന്ന 300 സംതിങ് കേട്ടോ. അപ്പോൾ ആ റേറ്റിൽ തൊട്ടുള്ള ഉടുപ്പുകളുണ്ട്. അപ്പോൾ ചേട്ടായി ഒരു ഉടുപ്പ് എടുത്ത് കൊടുത്തത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ആ കളർ അവൾക്ക് ഇല്ലാത്തതായിരുന്നു, പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത്. പിന്നെ വേറെ ഒരു ഉടുപ്പ് എടുത്തു, അതൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ലേഡീസ് സ്റ്റോറിലൊക്കെ കയറണം. ലേഡീസ് സ്റ്റോറിലും കയറി ഇറങ്ങി. ലേഡീസ് സ്റ്റോറിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, വെയിലെന്ന് പറഞ്ഞാൽ വെയിലാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ കയറിയത് ഒരു ലൈം കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അതുപോലെ ദാഹമായിരുന്നു. ആ ചേട്ടൻ എന്തായാലും നല്ല സൂപ്പർ ലൈം ഒരെണ്ണം കൊണ്ടുവന്നു. സോഡ ലൈമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നല്ല ദാഹമായിരുന്നു. ഇത് പെട്ടെന്ന് ദാഹിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ കുടിക്കാൻ പറ്റില്ല കേട്ടോ, സാവകാശമാണ് കുടിച്ചത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മാമ്പഴം വാങ്ങാമെന്ന് വിചാരിച്ചു. ഭയങ്കര വേനലല്ലേ, അപ്പോൾ തണുത്ത എന്തെങ്കിലുമൊക്കെ രുചി വെച്ച് കഴിക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് എന്നതാ ആ മാമ്പഴവും തണ്ണിമത്തനും ഒരെണ്ണം മേടിച്ചു കിട്ടണേ. അപ്പോൾ കുഞ്ഞാപ്പി ഇങ്ങനെ പഴക്കടയിലൊക്കെ കയറിയിട്ട് അവൾക്ക് എന്നാ സാധനം കണ്ടാലും അവൾക്ക് കയ്യിലെടുത്തൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ അവളുടെ കയ്യിലിങ്ങനെ ഓരോന്നൊക്കെ എടുത്തൊക്കെ നോക്കുമായിരുന്നു. ആ നോക്കോടെ എത്തുന്നുണ്ടായിരുന്നു. അതൊക്കെ അവൾക്ക് അറിയാം, ഇങ്ങനെ ഫോണിനകത്ത് വീഡിയോ കണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നുകൊണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ മേടിച്ചു. അതൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഒരു മിഠായിക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം അതുമൊക്കെ മേടിച്ച് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അയ്യോ, അപ്പോൾ ഞങ്ങളുടെ യാത്രയൊക്കെ ഞങ്ങളുടെ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് അയ്യോ വേർത്ത് ഒഴുകുക. വന്ന് കിടക്കുകയാണ് കേട്ടോ. ഇനിയൊരു ഉറങ്ങാൻ പറ്റത്തില്ല. ഇവൾ ഉറങ്ങോ ഇല്ലയോ എന്നറിയത്തില്ല. അപ്പോൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ.